പതിറ്റാണ്ടുകളുടെ നെൽകൃഷി പാരമ്പര്യമുള്ള കടുങ്ങല്ലൂരിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങുകൾ നിയമ വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. 30 വർഷത്തോളം തരിശായി കിടന്നിരുന്ന പാടശേഖരങ്ങളിൽ പഞ്ചായത്ത് ഭരണസമിതി നെൽകൃഷി ചെയ്യുന്നതിനുള്ള LLMCയുടെ ശുപാർശ അംഗീകരിച്ചതോടെയാണ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം കർഷകർ കടുങ്ങല്ലൂരിൽ നെൽകൃഷി ആരംഭിച്ചത്. പരിചയസമ്പന്നരായ കുട്ടനാടൻ കർഷകരുടെ സഹായത്തോടെ കൃഷിയോഗ്യമാക്കിയ പാടശേഖരങ്ങളിൽ 2021 മുതൽ തുടർച്ചയായി കൃഷിയിറക്കുകയും കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട് 1299.425 ടൺ നെല്ല് ഉൽപ്പാദിപ്പിച്ചെടുക്കുകയും ചെയ്തു. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൊയ്ത്തുത്സവമാണ് നിയമ വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തത്. കൃഷിക്കൊപ്പം കർമ്മശ്ശേരിയുടെ ഭാഗമായി ഒരു ഭൂഗർഭ ജല സർവേ നടത്തുകയുണ്ട്. വിവിധ വകുപ്പുകളുടെ ഏകോപനം, ഇറിഗേഷൻ, മൈനർ, മേജർ, LSTD, തോടുറപ്പ്, ഇവരെല്ലാവരും ചേർന്ന് നടത്തിയ പഠനം. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ തോട് നമുക്ക് വൃത്തിയാക്കി കിട്ടണം എന്ന ആവശ്യം വന്നത്. ഇപ്പോൾ സുരേഷ് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഓപ്പറേഷൻ വാഹിനിയിൽ ഉൾപ്പെടുത്തി അത് വൃത്തിയാക്കി. അതാണ് ഇപ്പോൾ കൃഷിക്ക് ഇത്തവണ സഹായകരമായത്. കടുങ്ങല്ലൂർ പഞ്ചായത്ത് കൃഷിക്കൊപ്പം പദ്ധതിക്കൊപ്പം നിന്ന് നെല്ലിന്റെ കാര്യത്തിൽ നമ്മുടെ മണ്ഡലത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് കടുങ്ങല്ലൂർ പഞ്ചായത്ത്. ഇപ്പൊ 405 ഏക്കറിലേക്ക് 12 ഏക്കറിലേക്ക് അല്ലെങ്കിൽ 405 എഴുതിയേക്കണം. 400 പറ്റിയ കൃഷി ഓഫീസറുണ്ട് പഞ്ചായത്ത്. അപ്പോൾ 412 ഏക്കറിലേക്ക് അത് വ്യാപിപ്പിച്ചു. 3.25 കോടി രൂപയുടെ നെല്ലാണ് ഈ വർഷങ്ങളായി നമ്മുടെ ക്യാമ്പയിന്റെ ഭാഗമായി കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ ഉത്പാദിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാടശേഖരം സമിതി സെക്രട്ടറി MP ഉദയൻ സ്വാഗതമർപ്പിച്ചു. കളക്ടർ NSK ഉമേഷ് IAS മുഖ്യാതിഥിയായിരുന്ന ചടങ്ങിൽ കൃഷി ഓഫീസർ നെയ്മ നൌഷാദ് അലി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് രമ്യ തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ യേശുദാസ് പറപ്പള്ളി, KV രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി PK സലീല, ഓമന ശിവശങ്കരൻ, താരാനാഥ്, രാമചന്ദ്രൻ, അനിൽകുമാർ, ബേബി സരോജം, സജിത അശോകൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായി ഓപ്പറേഷൻ വാഹിനി പദ്ധതിയിലൂടെയാണ് കടുങ്ങല്ലൂർ ചാൽ പാടശേഖരത്തേക്ക് വെള്ളമെത്തിക്കാൻ സാധിച്ചത്. ഓപ്പറേഷൻ വാഹിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം 12 ലക്ഷം രൂപ ചെലവാക്കിയാണ് 3.5 കിലോമീറ്ററോളം നീളമുള്ള കടുങ്ങല്ലൂർ ചാൽ വൃത്തിയാക്കിയെടുത്തു. അതിലൂടെ പെരിയാറിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ടെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ആലുവ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്